കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരത്ത് എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർ തമ്മിൽ സംഘർഷം. എസ്എഫ്ഐയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ആദ്യം സംഘർഷമുണ്ടായത്. കെഎസ്യു പ്രവർത്തകർ കല്ലെറിഞ്ഞെന്നും പോലീസ് വാഹനം ആക്രമിച്ചെന്നും എസ്എഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരള സർവകലാശാല യൂണിയൻ എസ്എഫ്ഐ നിലനിർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംഘർഷം. സംഘർഷത്തിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ പ്രവർത്തകർ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഇന്നലെ രാത്രിയോടെയായിരുന്നു കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ കെഎസ്യു പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായത്. എസ്എഫ്ഐയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു ആദ്യം സംഘർഷമുണ്ടായത്. കെഎസ്യു പ്രവർത്തകർ കല്ലെറിഞ്ഞെന്നും പോലീസിന്റെ വാഹനം ആക്രമിച്ചെന്നുമാണ് എസ്എഫ്ഐ പ്രവർത്തകർ ആരോപിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയോടെ വലിയ തരത്തിലുള്ള സംഘർഷമാണ് ഈ കേരള സർവകലാശാലയിൽ ഉണ്ടായത്. എന്തായിരുന്നു ഈ സംഘർഷത്തിന് പിന്നിലുണ്ടായ പ്രധാന കാരണം എന്നത് വ്യക്തമാണോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മനസ്സിന് കഴിഞ്ഞ ദിവസമായിരുന്നു കേരള സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ്, സെനറ്റിലേക്കുള്ളതും യൂണിയനുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ വലിയ രീതിയിലുള്ള മൃഗീയ ഭൂരിപക്ഷത്തിൽ എസ്എഫ്ഐക്ക് വിജയം ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഉണ്ടായിരുന്ന ആഹ്ലാദ പ്രകടനത്തിന്, അതായത് രാത്രിയോടുകൂടിയായിരുന്നു ഈ ഒരു സർവകലാശാല ആസ്ഥാനവും അതിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐയുടെ ആഹ്ലാദ പ്രകടനവും മറ്റുമുണ്ടായിരുന്നു. അതിലേക്കാണ് പിന്നീട് കെഎസ്യു പ്രവർത്തകരുമായി ഒരു പ്രകോപനം ഉണ്ടാവുകയും പിന്നെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. തുടക്കത്തിൽ തന്നെ കല്ലേറും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനു മുൻപ് സെനറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ മുദ്രാവാക്യം വിളിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശവും അടക്കം ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് കെഎസ്യു പ്രവർത്തകർ ആക്രമണവുമായി എത്തിയെന്നാണ് എസ്എഫ്ഐ പ്രവർത്തകർ ആരോപിക്കുന്നത്. കെഎസ്യു പ്രവർത്തകർ തിരിച്ചും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് അവർ കെഎസ്യു പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് കൃത്യമായി കഴിഞ്ഞ ദിവസം കെഎസ്യു പ്രവർത്തകരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമായത്. അതിനുശേഷം പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹം ഇവിടെ ഒരുക്കിയിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് സമീപം, അതായത് പാളയം മാർക്കറ്റിന് സമീപം വരെ എത്തിയ സംഘർഷം നിയന്ത്രണ